ഭർത്താവിനെ എടുത്തരാ ഞാൻ വേണ്ടി അതാ വിട്ടത് വിളിച്ചോക്കിയാ വേണ്ടാരെ ശരി നമ്മുടെ കോഴിക്കോട് സിറ്റി ഡാൻസ് ആഫിന്റെ മറ്റൊരു മികച്ച ഡിറ്റക്ഷനാണ് ഇത്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി MDMA ആണ്. ഡാൻസ് ആഫ് നല്ല വർക്ക് ചെയ്തെടുത്ത കേസാണ്. അപ്പോൾ രാവിലെ തന്നെ അവർ വിവരം അറിയിക്കുകയും ഡാൻസ് ആഫും അതുപോലെ തന്നെ കസവ പോലീസും ചേർന്ന് നടത്തിയ ഒരു ഡിറ്റക്ഷനാണ്. അപ്പോൾ 89 ഗ്രാം MDMA ഉണ്ടായിരുന്നു. അത് ബാംഗ്ലൂരിൽ നിന്നാണ് വരുത്തിച്ചിട്ടുള്ളത്. അജിത്ത്, ഗുണ്ടായത്തോടുള്ള അജിത്ത് എന്ന് പറഞ്ഞ പയ്യനാണ് ഇത് കൊണ്ടുവന്നത്. കാരിയറാണ്. അത് അന്വേഷണത്തിൽ ഇന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പുള്ളി ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചതാണ് സാധനം. അതിന് രഹസ്യ വിവരങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇതിന് മുൻപ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അല്ല, അത് കൺഫേം ചെയ്യണം. അത് പിന്നെ ICGS ഒക്കെ ചെക്ക് ചെയ്യണം. എന്റെ അറിവിൽ ഉള്ള ആളല്ല. ഇത് പുതിയ കാരിയേഴ്സ് ആയിരിക്കാം. അത് തുടർ പരിശോധനകളുടെ വ്യക്തമാക്കാം. ജോലി അത് ഡിറ്റക്ഷൻ നടന്നേ ഉള്ളൂ. ഇനി കൂടുതൽ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാർ, ഇപ്പം സമീപകാലത്ത് സാധാരണ 2 ഗ്രാം 5 ഗ്രാം ഒക്കെ കിട്ടിയാൽ ഇത്ര വലിയ ക്വാണ്ടിറ്റി സമീപകാലത്ത് ആദ്യമായിട്ട് അല്ല, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഡിറ്റക്ഷൻ കുറച്ച് ഈ കഴിഞ്ഞ മാസം തന്നെ കോഴിക്കോട് സിറ്റി ഡാൻസ് ആഫ് ഒരു കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി MDMA പിടിക്കുക. അതുപോലെ തന്നെ ഗഞ്ചാവിന്റെ ഒരു 28 കിലോ ഗഞ്ചാവ് ഡിറ്റക്ഷൻ നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി മെയിൻ ആളുകളിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. സാർ, ഇത് വിപണിയിൽ ഏകദേശം വില അങ്ങനെ എന്തെങ്കിലും തിട്ടപ്പെടുത്താൻ പറ്റുമോ? അത് ഗ്രാമിന് 1000 രൂപ വെച്ചാണ് പറയുന്നത്. ഇപ്പോൾ 89 ഗ്രാം ഉണ്ട്. ഏകദേശം 90,000 1 ലക്ഷം രൂപ അടുപ്പിച്ച് വരും. 1500 ആകുമ്പോൾ അങ്ങനെ കേൾക്കണം. 1 ലാക്ക് നോക്കണം. അത് അറിയില്ല. അത് നോക്കണം. ഇത് വിൽക്കുന്നത് ഏത് കാറ്റഗറി വിഭാഗത്തിലാണ്? അറിയില്ല. അതൊന്നും അറിയില്ല. ചോദിക്കണം.